ആലപ്പുഴയിൽ PDP പ്രവർത്തകർ ആംബുലൻസ് ദുരുപയോഗം ചെയ്തതായി പരാതി. കത്തിക്കുത്ത് കേസിലെ ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത് ആംബുലൻസിലെത്തിയ പ്രതികൾക്ക് താമരക്കുളത്ത് മാലയിട്ട് സ്വീകരണവും. SYS സാന്ത്വനം ആംബുലൻസിനെതിരെയാണ് പരാതി. ആംബുലൻസിൽ രോഗികൾ ഉണ്ടായിരുന്നില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇത് SYSന്റെ താമരക്കുളം യൂണിറ്റിലുള്ള ഒരു ആംബുലൻസ് ആണ്. ഇത് ഇവിടെ കുറച്ചു കാലങ്ങളായിട്ട് 2-3 വർഷക്കാലമായിട്ട് ഈ ആംബുലൻസ് ഇവിടെ ഓട്ടത്തിലുണ്ട്. പക്ഷെ അത്യാവശ്യത്തിലൊന്നും വിളിച്ചാലും ഈ ആംബുലൻസ് എത്തിപ്പെടാറില്ല. ഇത് കുറച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പരിപാടികളിലാണ് പങ്കെടുപ്പിക്കാൻ വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ കൊടിതോരണങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഈ ആംബുലൻസ് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അശ്വിൻ, എന്തിനാണ് ഈ കത്തിക്കുത്ത് പ്രതികളെ ആംബുലൻസ് മറയാക്കിയൊക്കെ കൊണ്ടുപോകുന്നത്? ഈ ആംബുലൻസിനെതിരെ അതിന്റെ പ്രവർത്തനം സംബന്ധിച്ച് മറ്റും പരാതികൾ ഈ പ്രതികരണത്തിൽ പറയുന്നുണ്ടല്ലോ. ഗൂഗിൾ, ഈ പ്രതികളുടെ കേസുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം ആദ്യം പറയാം. 2014 ഡിവൈഎഫ്ഐ പ്രവർത്തകരും PDP പ്രവർത്തകരും തമ്മിൽ ആലപ്പുഴ താമരക്കുളത്തൊരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ സംഘർഷത്തിനിടെ PDP പ്രവർത്തകരാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കുത്തേൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രിയിലായി ഗുരുതര പരിക്കുകളുടെ ചികിത്സയിലൊക്കെയായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിചാരണ നടപടികളെല്ലാം പൂർത്തിയായി. കഴിഞ്ഞ മാസം 30ഓടെയാണ് ഈ പ്രതികൾക്ക് തടവ് ശിക്ഷ 9.5 കൊല്ലത്തേക്ക് PDP പ്രവർത്തകരെ 6 പേരെ തടവിന് ശിക്ഷിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് വിട്ടത്. ഇവർ കോടതിയെ സമീപിച്ച് ജാമ്യം നേടുകയും ചെയ്തു. ഈ ജാമ്യ ഉത്തരവ് കൃത്യസമയത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിക്കാൻ വേണ്ടി ആംബുലൻസ് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് നിലവിൽ അവിടുത്തെ പൊതുപ്രവർത്തകനായ ഷമീർ ഖാൻ RTO എൻഫോഴ്സ്മെന്റിനും ഒപ്പം മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസിനും പരാതി നൽകിയിരിക്കുന്നത്. അതിനു പുറമെ ഈ ജാമ്യ ഉത്തരവുമായി ജയിലിൽ നിന്ന് ഈ പ്രതികളുമായി താമരക്കുളത്ത് എത്തി അവിടെ സ്വീകരണ പരിപാടിയിലും ഈ ആംബുലൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഈ പരാതിയെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഈ കേസിൽ ഭാഗമായിരുന്ന 6 പ്രതികളും ആംബുലൻസിന്റെ പിൻവശത്ത് രോഗികളെ കിടത്തുന്ന ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിൽ രോഗികളെ കിടത്തുന്ന സ്ട്രെച്ചറിലും പ്രതികൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് മാലയിട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതായി ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് SYS ആംബുലൻസിന്റെ ഡ്രൈവറും അതിന്റെ മാനേജറും അടക്കം പറയുന്നത്. ഒരുപാട് രോഗികൾക്ക് നന്മ ചെയ്യുന്ന ആംബുലൻസാണ് തങ്ങളുടേത്. എങ്ങനെയാണ് തങ്ങളെ ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിൽ RTO എൻഫോഴ്സ്മെന്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.